ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ ഒഴിച്ചുകറി തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കറിയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കറിയിൽ ചേർത്തിട്ടുള്ളതെന്ന് കാണണ്ടേ? നമുക്ക് നമ്മുടെ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1/4 കിലോ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തലേ ദിവസം തന്നെ സോക്ക് ചെയ്യുകയാണെങ്കിൽ ചട്ടിയിൽ വെച്ച് തന്നെ വേവിക്കാം. രാവിലെയാണോ സോക്ക് ചെയ്യുന്നതെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോളയും 4-5 ഉള്ളിയാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഉള്ളിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഒരു 10-12 ഉള്ളി എടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ സവോളയും ഉള്ളിയായിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് വേണം എന്നുള്ളതനുസരിച്ച് പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചെറുപയർ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കുക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചെറുപയർ മാത്രം ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. നല്ലോണം ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കുന്നില്ല. അതിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗത്തിലാണ് വേവിക്കുന്നത്. അതിന് ശേഷം നമുക്ക് കുമ്പളങ്ങയുടെ കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള വേവിക്കൽ അതിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനി സ്റ്റൗവിലേക്ക് വെച്ച് 3 വിസിൽ വരട്ടെ. നമ്മളിപ്പോൾ പയർ വേവിക്കാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാനിപ്പോൾ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. കുമ്പളങ്ങയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ, സവോള നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരമായിട്ട് ഉള്ളി ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 8 ഉള്ളിയെങ്കിലും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. 1/4 ടീസ്പൂൺ മതി. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മുടെ കുമ്പളങ്ങയ്ക്കും പയറിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. പയർ കുക്കാവുന്ന സമയത്ത് തന്നെ നമ്മുടെ കുമ്പളങ്ങയും കുക്കായി വന്നോളും. കുറച്ച് വെള്ളം ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരപ്പിൽ ഒരുപാട് വെള്ളം ചേർക്കില്ല. അതുകൊണ്ടാണ് ഈ കുമ്പളങ്ങയിലും പയറിലും ഒക്കെ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അരപ്പിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് പറയാം. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ചേർക്കാം. അതുപോലെ തന്നെ ഞാനൊരു 2 ഉള്ളി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെയുള്ള കറികളിൽ വെളുത്തുള്ളി ചേർക്കാറില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർക്കാത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് നമ്മളിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പയറിൻ്റെ വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി കുമ്പളങ്ങയും കൂടി കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഒരു 3/4 ഭാഗത്തിലും കൂടുതൽ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറിലുള്ള വെള്ളത്തോടു കൂടിയാണ് ഞാൻ പയർ ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പയറിലേക്ക് ഒന്ന് ഉപ്പ് പിടിച്ചു വരണമല്ലോ, നമ്മൾ കുമ്പളങ്ങയിലല്ലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പയറും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ തന്നെ അരപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പയറിലേക്ക് ഉപ്പ് പിടിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പയറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ പയറും കുമ്പളങ്ങയും വേവിക്കുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ പയറിലും കുമ്പളങ്ങയിലും ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം തിളയ്ക്കും അരപ്പ് ചേർത്തിട്ട്. അപ്പോൾ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ
നമുക്ക് വറവിടുമ്പോൾ നമ്മുടെ മുളക് പൊടി ചേർത്തിട്ട് വറവിട്ടെടുക്കാം, എരിവ് കുറവാണെങ്കിൽ. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് എരിവ് കൂട്ടാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും എല്ലാം റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ചട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ചും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് വേഗം സൈഡ്സൊക്കെ തിളച്ചു വരും. അതെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവരെ ഉദ്ദേശിച്ചിട്ടാണ് എപ്പോഴും ഇത് എടുത്തെടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ ഇത് കുക്കിംഗ് അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചട്ടിയുടെ ചൂടിലിരുന്ന് തിളയ്ക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി വറവിടാം. ചട്ടിയുടെ ചൂട് ഉള്ളതാണല്ലോ, അതുകൊണ്ട് ഇത്രയും ചൂടായാൽ മതി. നന്നായി ആവി വരുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വേഗം തന്നെ കളർ ചേഞ്ച് ആയി വരും. ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് നമ്മുടെ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം ചേർന്നൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായോ, ഇഷ്ടമായില്ലേ, എന്തുകൊണ്ടാണ് ഇഷ്ടമാവാതിരുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് കാരണം ഇഷ്ടമാവാതിരുന്നതിനെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ കറിക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ചേർക്കരുത്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം. നിങ്ങൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വറവ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഊണ് കഴിക്കുക. അപ്പോൾ ചൂടോടുകൂടി ഈ കറിയും ഉപയോഗിക്കരുത്, ചൂട് മാറിയിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.